ഇപ്പൊ ഇക്കാന്റെ ലൈഫിലാണെങ്കിൽ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ള ഒരു ആളല്ലേ നിങ്ങൾ? ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഈ എന്നെ വീണ്ടും കരയിപ്പിക്കാനുള്ള പ്ലാനിങ് ആണ്. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആവും. കുഞ്ഞിന് വയ്യ സംസാരിക്കാൻ അങ്ങനെ മോളുണ്ട്, ഒരു ഡിസബിലിറ്റി കുട്ടിയുണ്ട് എനിക്ക്. എന്റെ മൂത്ത കുട്ടി സെറിബ്രൽ പാൾസി എന്നാണ് പറയാം ആ രോഗത്തിന്. അതുകൊണ്ട് സാഡ് ആണെന്ന് വെച്ചാൽ അത് നമ്മളൊരു ഭാഗ്യമാണ്. അല്ല, പടച്ചോൻ അങ്ങനെ നോക്കുന്നുള്ളവർക്കാണല്ലോ അങ്ങനത്തെ ഒരു മക്കളെ തരാ. സത്യം പറഞ്ഞാൽ ഒരു ഏതൊരു രണ്ടന്റെ അടകോടന്റെ അടുത്ത് അങ്ങനത്തെ കുട്ടികളെ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആക്ടർമാർക്ക് സങ്കടം എടുത്തു കൂടി പോകാൻ പാടില്ല. വൈഫ് സങ്കടപ്പെടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓരോ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ നമ്മൾ പൊരുത്തപ്പെടണം. എല്ലാവരും പൊരുത്തപ്പെടും, പൊരുതും. ഭാര്യയുടെ സ്ട്രെങ്ത്തൊക്കെയാണ് മോളെ നോക്കുന്നതിനെ പറ്റി. ഓളില്ലാതെ എങ്ങനെ ആ കുട്ടി, നമ്മളൊക്കെ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുന്ന ആൾക്കാരല്ലേ. ഭാര്യ ഫുൾ ടൈം കെയർ ചെയ്യുന്ന ആൾക്കാരാണ് മോളെ. അപ്പൊ നമ്മള് ഭാര്യനെ എങ്ങനെ നോക്കണം? പാപ്പ മക്കളെ നോക്കൂലെന്നല്ല, പക്ഷെ ഒരു ഫുൾ ടൈം അതിന്റെ ഒപ്പം വേണം. നമ്മക്കൊക്കെ എവിടേക്കെങ്കിലും വേണം പോകണം തോന്നി കഴിഞ്ഞാൽ പോവാം, വരണം എന്ന് പറഞ്ഞാൽ വരാം. പക്ഷെ ഇവര് ഫുൾ ടൈം കെയർ ചെയ്ത് കൊണ്ട് ഒന്നും ചോദിക്കാനോ പറയാനൊന്നും വയ്യാത്തൊരു എല്ലാം അറിഞ്ഞ് ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു വേറെ ആരോടും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, എല്ലാത്തിനും പൊരുത്തപ്പെടും. അങ്ങനെ ആയി കഴിഞ്ഞു. കുഞ്ഞാപ്പു മാരീഡ് അല്ല, കമ്മിറ്റഡ് ആണോ? ഒന്ന് കൂടി തുടങ്ങിയോ അന്നോട്ട്. കാരണം ഞങ്ങൾക്ക് ഈ കണ്ടന്റ് എടുക്കാൻ തന്നെ പറയണത് ഡെയിലി ഒരു ഫാമിലിനെ ശ്രദ്ധിക്കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഈ ആക്ടിങ്ങും ജോലിയൊക്കെ ആയിട്ടാണ്. അപ്പൊ വേറെ നമുക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ തുടങ്ങാൻ നേരത്ത് വൈഫൊക്കെ സപ്പോർട്ടായിരുന്നോ? ഓരെല്ലാരും സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തും? വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര് ഇവരൊക്കെ നമ്മളെ കട്ട സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഉയരത്തിലെത്താൻ പറ്റിയത്. ആരെങ്കിലും ഒരാളെ ഞങ്ങളെ തളർത്താനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നിൽക്കൂല ഓരോ സംഭവം. നമ്മളൊരു റീൽസിന് ഇറങ്ങുമ്പോൾ നമ്മളെ മൈൻഡിൽ ഡിപ്രഷൻ വരും. ആ സംഭവം ചെയ്യുന്നത് നിങ്ങൾ ബാത്റൂമിലൊക്കെ ചെയ്തിട്ടുണ്ടോ? ഹലോ, റൊണാൾഡോയുടെ ഇങ്ങനെ ചാടിയിട്ട് തിരിയുന്നത് നമ്മള് ഗോൾ അടിച്ചിട്ട് ഇങ്ങനെ നിക്കണോ? ബാത്റൂമിൽ പോയിട്ടോ? മെസ്സി റൊണാൾഡോയും നിങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വന്നാൽ ആർക്കായിരിക്കും നിങ്ങൾ കൂടുതൽ കറിയുള്ള നല്ല നാടൻ ബിരിയാണി കൊടുക്കും? മെസ്സിക്ക്. നമുക്ക് ഇഷ്ടം മെസ്സിനെയാണ്. അർജന്റീന ഫാനാണ് നമ്മള്. ശരിക്കും നിങ്ങൾ ശരിക്കും അർജന്റീന ഫാനാണ്. ഫ്രണ്ടിൽ വരുന്നത് മെസ്സിയാണ്, അതിന്റെ ബാക്കിലാണ് റൊണാൾഡോ വരുന്നത്. അങ്ങനെയാണ് വരുന്നത് ഒരു രണ്ടാളും കൂടെ. അപ്പൊ മമ്മൂട്ടി മോഹൻലാലും എന്റെ വീട്ടിൽ വന്നു. ഫസ്റ്റ് ആർക്ക് ഭക്ഷണം കൊടുക്കും? മമ്മൂട്ടിക്ക്. ലാലേട്ടന് കൊടുക്കൂല? കൊടുക്കൂ. രണ്ടാമത് ഞാൻ ലാലേട്ടന്റെ വീട്ടിൽ പോയി കഞ്ഞാണ് കഞ്ഞോ ഉള്ളത് കൊണ്ട് ഓണം പോയി. ബ്രസീലത്തെ ഒരു 5 ആളെ പേര് വെച്ചു. അത് വേണ്ട. ഞാൻ ചോദിച്ച് ടീഷർട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ബ്രസീൽ തരുമെന്ന് ചോദിച്ചു. അതപ്പോ ഓൾറെഡി കുഞ്ഞാപ്പൂനുള്ളതാന്ന് പറഞ്ഞാ കമ്മിറ്റഡ് ആന്ന് പറഞ്ഞു. ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ അത്രേ ഉള്ളൂ. സ്ക്രോൾ ചെയ്ത് പോകുമ്പോ സ്ക്രോൾ ചെയ്തപ്പോ ഞങ്ങളെ രണ്ടാളെ ഏത് മുഖത്തിലാണ് കണ്ടത്? എങ്ങനത്തെ കോലത്തിലാണ് കണ്ടത്? പ്രായമായത് മൂപ്പര്. ഞാനോ? നീ ഒരു ട്രൗസറൊക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നു. പറയാം. ഇത് താടി പഠിച്ചതാണോ പുതിയതായിട്ട്? ഞാനോ? കട്ട താടിയല്ലേ എനിക്ക്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഒരു വെള്ളമുണ്ട്, വെള്ളം ഇട്ടിട്ട് വെള്ളത്താടി. നമ്മളെ കട്ട ആരാധകരാണ് ഈ പറയുന്നത്. ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യേണ്ടത്. ചോദിച്ചോ ഒന്നുകൂടെ താടിനെ കുറിച്ച്. മതി. ഹായ്, ഹലോ. മെയിൻ സ്ട്രീം വണ്ണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കുറച്ചു നാൾ കൊണ്ട് മലയാളികളുടെ മനം കവർന്നിട്ടുള്ള രണ്ടുപേരാണ്, ലാലയും ചിക്കുവും. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ എന്തൊക്കെയാ പരിപാടികൾ നടക്കുന്നത്? ഇപ്പൊ പരിപാടികൾ നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാ? സിനിമ. അപ്പോ അതേക്ക് വരുന്നതിന് മുന്നേ എല്ലാരും ഒന്ന് എന്താണ് ജയ്സില അതിനെ കുറിച്ച് സംസാരിച്ചാലോ?
അത് അങ്ങനെ തന്നെ ആവാം. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ഇവന് നിങ്ങൾ സംസാരിക്കാം. ഇവന് ഇഷ്ടണ്ടായിട്ട് ഇട്ടതല്ല ഈ ജേഴ്സി. ഏ ഇവനും അർജന്റീന ഫാനാണ്, ഓക്കേ. ഞാനും അർജന്റീന ഫാനാണ്. സിനിമയില് നിങ്ങൾ ആരുടെ ഫാനാ? ഞാൻ സിനിമയിൽ എന്റെ പോസ്റ്ററിൽ തന്നെ ഉണ്ട് അർജന്റീന ഫാനാണ്. ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ് അഭിനയിച്ചത്. ആണോ? അതാണ്. ഓക്കെ. എന്നാണ് അപ്പൊ സിനിമയുടെ റിലീസിങ്? ജൂലൈ 3-ാം തീയതി. ഫിലിമിന്റെ പേരെന്താ? ബോളാഗോളം സിനിമയുടെ പേര്. ബോളാഗോളം. അതെ അതെ. ഓക്കെ. ഇപ്പൊ സ്വന്തം നിങ്ങള് നോർമലി ലൈഫില് ഫുട്ബോൾ ഫാൻ ആണോ? തീർച്ചയായിട്ടും അർജന്റീന ഫാനാണ് നമ്മള്. ശരിക്കും നിങ്ങൾ അർജന്റീന fan? ശരിക്കും അർജന്റീന ഫാനാണ്. ശരിക്കും നിങ്ങളുടെ ഒറിജിനൽ പേരെന്താ? എന്റെ പേര് നസീർ. നസീറോ? എന്റെ പാപ്പാടെ പേരാണല്ലോ. താങ്ക് ആണോ? യു. നിങ്ങളുടെ എന്റെ പേര് കരീം. ഓക്കെ. ലാലാന്ന് വിളിക്കും, ഷിക്കു എന്ന് വിളിക്കും. ഈ ക്യാരക്ടറുടെ പേര് കണ്ടുപിടിക്കാനുള്ള കാരണം? ഞങ്ങൾ തന്നെ. ഈ ഏത് ക്യാരക്ടറെ? ഇപ്പൊ ഇത് കൊമ്പങ്കാട്ട് കോയ. കൊമ്പങ്കാട് കോയ. അത് പറയാണെങ്കിൽ കൊറേ പറയാണ്ട്. ഞങ്ങൾക്കൊരു തറവാട് പേര് വേണമെന്ന് വിചാരിച്ചിട്ട് കൊമ്പങ്ങാട്. അങ്ങനെ എന്നാ നമുക്ക് അതിലേക്ക് പിന്നെ വരാം. നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ അറിയാം. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത്? ആഗ്രഹം ഉണ്ടായിരുന്നോ സിനിമയിലേക്ക്? അത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം പറഞ്ഞ ഇങ്ങനെ പോണം. സിനിമ എന്ന് പറഞ്ഞത് ഞങ്ങളെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. കാരണം ഈ റീല് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് സിനിമയോട് അത്രയും താല്പര്യമാണ്. സിനിമയിൽ അഭിനയിക്കണം, വലിയ കമ്പുള്ള ആൾക്കാർ. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇതായിട്ട് വന്നത് റീൽസാണ്. റീൽസിലൂടെ, അതായത് ഞങ്ങൾക്കൊരു ഓഡിയേഷന് പോകാനൊരു ആവശ്യമില്ല അല്ലേ, അങ്ങനെ ഇത് കണ്ടിട്ടാണ് ഒരുപാട് ആൾക്കാർ നമ്മളെ സിനിമയിൽ നിന്ന് വിളിക്കണതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊരു ഭാഗ്യല്ലേ. അതാണ്. അപ്പൊ സിനിമയൊക്കെ എത്താൻ കാരണം റീൽസ് ആണ്. റിയൽ ലൈഫില് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താ? റിയൽ ലൈഫിൽ ഞങ്ങൾ രണ്ടോളും ഒരു വീട് തന്നെ ഒരു 35 കിലോമീറ്ററിന്റെ മാറ്റമുണ്ട്. ഇവൻ നിലമ്പൂര്, ഞാൻ മലപ്പുറത്ത് വന്നു. ഇവൻ ഫസ്റ്റ് മലപ്പുറത്തായിരുന്നു, അറങ്കര. അപ്പൊ അവിടെ നിന്ന് പഠിച്ചിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ നിന്നാണ് ഇവനായിട്ട് ഞാൻ കണക്ഷൻ ആയത്. എങ്ങനെ പരിചയപ്പെട്ടത്? ഇവനെ യൂട്യൂബിൽ കണ്ടിട്ട് ഞാനത് യൂട്യൂബ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പം വേറെ ഒരാളെ ബാവ മലപ്പുറം എന്ന് പറഞ്ഞ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ്റെ യൂട്യൂബിലാണ് ആദ്യം അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതിലും ചെയ്തിരുന്നു. അപ്പൊ അതിന് ഞാൻ ഇവനെ സ്കെച്ച് ചെയ്തതാണ്. മെസ്സേജ് അയക്കാൻ ഞാൻ ബാവന്റെ ഫ്രണ്ടാണ്. അപ്പൊ ബാവയ്ക്ക് ഞാൻ വിളിക്കും, അങ്ങനെ നേരിട്ട്. ഇവൻ ഈ കുടിയന്റെ വേഷമൊക്കെ പക്കായിട്ട് ചെയ്യും, അസലായിട്ട് ചെയ്യും. അപ്പൊ അതിമെന്നാണ് ഞാൻ ഫസ്റ്റ് ഇവനെ സ്കെച്ച് ചെയ്യണതായി. ഇവ ഒരു ആഡിറ്റർ വരവൊക്കെ ഉണ്ട്. അപ്പൊ ആ സാധനത്തുമെന്നാണ് ഞാൻ സ്കെച്ച് ചെയ്യണത്. അത് എല്ലാരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഒരു ആർട്ടിസ്റ്റിന് എല്ലാവർക്കും എല്ലാം കിട്ടില്ല, മനസ്സിലായി. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞ ഒരു കലാകാരനെ നമ്മൾ കാണുമ്പോ സ്കെച്ച് ചെയ്യില്ലേ, അതാണ് കുഞ്ഞാപ്പൂ. അപ്പൊ ഈ വീഡിയോസ് ഒക്കെ തുടങ്ങാൻ നേരത്ത് വൈഫൊക്കെ സപ്പോർട്ടായിരുന്നോ? തീർച്ചയായിട്ടും. ഓരെല്ലാരും സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തും? എത്തില്ല. വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര് ഇവരൊക്കെ നമ്മളെ കട്ട സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര ഉയരത്തിലെത്താൻ പറ്റിയത്. ആരെങ്കിലും ഒരാളെ ഞങ്ങളെ തളർത്താനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ മൈൻഡിൽ നിൽക്കൂല ഓരോ സംഭവം. നമ്മളൊരു റീൽസിന് ഇറങ്ങുമ്പോൾ നമ്മളെ മൈൻഡിൽ ഡിപ്രഷൻ വരും. അപ്പൊ ചിലപ്പോ നമുക്ക് അത്ര, എനിക്ക് ഡിപ്രഷൻ വന്നാലും ഞാൻ തളരാറില്ലല്ലോ. അതിനും വേണൊരു ബുദ്ധി. അത് ജഗദീശനോട് പറയുന്നു മറ്റേ പടത്തില്, ഏത് പേടിക്കാനും വേണൊരു ബുദ്ധി. ഓക്കെ. അപ്പൊ അധികം ഹേറ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഹേറ്റേഴ്സ് അധികം നല്ല തീരെ ഇല്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ സപ്പോർട്ടായിരുന്നോ? പിന്നെ എന്റെ ഉപ്പ പണ്ടത്തെ ഒരു നാടക ആർട്ടിസ്റ്റാണ്. KPC-ലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂപ്പര് ഒരു ഇതും കൂടിയാണ് എനിക്ക് കിട്ടിയത്. സിനിമയോട് ഇപ്പൊ മൂപ്പര് പറഞ്ഞ പോലെ പണ്ടോട്ട് സിനിമയോട് ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ ഇങ്ങനെ മക്കൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ ഇഷ്ടം? മക്കൾക്ക് അഭിനയിക്കാനൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷെ ഇതിൽ കൊണ്ടുവരാതെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഓൾക്ക് ഇപ്പോഴും ഫെയിം ആവണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ചില പാട്ടുകളും അങ്ങനെ ഈ ഞങ്ങളുടെ വീഡിയോസിൽ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ മൂപ്പരെ മോളെടുത്തുനിന്നാണ് എനിക്ക് കിട്ടാറ്. അതൊക്കെ അത് സ്പോട്ടിൽ നമ്മള് തുത്തുമ്പൊക്കെ ഇങ്ങനെ കുലുക്കിക്കാണ്ട് പാടുന്ന സാധനല്ലേ, അത് ഓരോ വീഡിയോന്റെ ഫ്രണ്ടിലിടും. അപ്പൊ ഓരോ ട്രെൻഡ് എന്താന്നാ നോക്കുക. അപ്പൊ ചിലപ്പോ പറയും ഇത് പാടിപ്പിച്ചോണ്ടു, അത് മറ്റേ പാടിച്ചോണ്ടു, അങ്ങനെ പറയും. ഒരു ഡയറക്ടർ കൂടിയാണ് അതെ. ഒരു പറഞ്ഞ ഓരോ ട്രെൻഡ് ഒരു ഇപ്പത്തെ ഒരു ജനറേഷൻ അല്ലേ. വീഡിയോസില് കോച്ചിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടോ? 1-2 വീഡിയോസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വൈഫിനോ? വൈഫൊന്നും കൊണ്ടുവന്നിട്ടില്ല.
താല്പര്യമില്ല. ഇല്ല താല്പര്യം ഞാൻ അയക്കൂല. പക്ഷെ അവർക്ക് താല്പര്യമില്ല. എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട്. ഉപ്പാനും ഉമ്മാനും വൈഫിനും ഒന്നും കാണിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് താല്പര്യമില്ല. ഓരോ അതില്ലേ ഓരോ, അതായത് ചില ആൾക്കാർക്ക് അതിന് ഓർക്ക് നിൽക്കാനും താല്പര്യമില്ല. പക്ഷെ അവർക്ക് എനിക്ക് കൊണ്ടുവരാനും താല്പര്യമില്ല. ഇല്ല, തീർച്ചയായും ഓരോ സപ്പോർട്ട് മാത്രം മതി നമുക്ക്. എന്നാൽ നമ്മളൊരു അരിക്ക കൂടെ അങ്ങനെ പോകും. കുഞ്ഞാപ്പു മാരീഡ് അല്ല, കമ്മിറ്റഡ് ആണോ? ആണ്. കമ്മിറ്റഡ് ആണ്. എത്ര നാളായി? അതിപ്പോ നാള് കണക്കൊന്നുമില്ല. എന്നാലും കൂടി തുടങ്ങിയോ അന്നോട്ട്. അതന്നെ എത്ര നാളായി? ഓർമ്മയില്ല. കൊറേ ആയോ? കാരണം ഞങ്ങൾക്ക് ഈ കണ്ടന്റ് എടുക്കാൻ തന്നെ പറയണത് ഡെയിലി ഒരു ഇതാണ്. അതിന്റെ ഇടയിൽ കൂടെ ഫാമിലിനെ ശ്രദ്ധിക്കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഈ ആക്ടിങ്ങും ജോലിയൊക്കെ ആയിട്ടാണ്. അപ്പൊ വേറെ നമുക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല. അതെ. ഇപ്പൊ ഇക്കാന്റെ ലൈഫിലാണെങ്കിൽ കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ലൈഫിൽ പ്രശ്നം ഒന്നുമില്ല പറയൂ. പക്ഷെ ഇക്ക ഇങ്ങനെ ഫുള്ള് ചിരിച്ചൊക്കെ നിക്കുന്നില്ലേ? പക്ഷെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ള ഒരു ആളല്ലേ നിങ്ങള്? ആരെ പറഞ്ഞേ? എന്താണ് സംഭവം ചോദിക്ക്. അതെനിക്കറിയാം. ഞാൻ ഫുൾ ഹാപ്പിയാണ്. ഫുൾ ഹാപ്പിയാണ്. പറഞ്ഞോ, ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു. അല്ല, കുഞ്ഞിന് വയ്യ, സംസാരിക്കാൻ അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ മോളുണ്ട്, ഒരു ഡിസബിലിറ്റി കുട്ടിയുണ്ട് എനിക്ക്, എന്റെ മൂത്ത കുട്ടി. അപ്പോ സെറിബ്രൽ പാൾസി എന്നതിന് പറയാം ആ രോഗത്തിന്. അപ്പോ അതുകൊണ്ട് സാഡാണെന്ന് വെച്ചാൽ അത് നമ്മളൊരു ഭാഗ്യാണ്. അല്ല, പടച്ചോൻ അങ്ങനെ നോക്കുന്നുള്ളവർക്കാണല്ലോ അങ്ങനത്തെ ഒരു മക്കളെ തരാ. സത്യം പറഞ്ഞാൽ ഒരു ഏതൊരു രണ്ടന്റെ അടകോടന്റെ അടുത്ത് അങ്ങനത്തെ കുട്ടികളെ കൊടുക്കൂല. നല്ല മക്കളെ, അല്ലാത്ത മക്കളെ തന്നെ കൊടുത്തിട്ട് ആൾക്കാർ നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു, പിന്നെ അത് മാത്രല്ല ഒരു നമ്മളൊരു ഭാഗ്യം കൂടെയാണ് അത്. ആ കുട്ടിന്റെ ഭാഗ്യമുള്ളതുകൊണ്ടാണ് ചിലപ്പോ ഈ സീറ്റിൽ വരെ അതെ അതെ രക്ഷപ്പെടാൻ പറ്റി. അങ്ങനെയാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മള് മറ്റേ ആക്ടർമാർക്ക് സങ്കടം എടുത്തുകൂടി പോകാൻ പാടില്ല. ഇപ്പൊ അതിന്റെ പേരിൽ വൈഫ് സങ്കടപ്പെടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓരോ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനൊക്കെ നമ്മൾ പൊരുത്തപ്പെടണം. എല്ലാത്തിനും പൊരുതും. അതങ്ങനെയാണ് ഓരോ ലൈഫിൽ അങ്ങനത്തെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പൊരുത്തപ്പെടും. അതെ. ഇപ്പോ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളോ? ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആണല്ലേ. ഫ്യൂച്ചറിൽ എല്ലാം റെഡി ആവട്ടെ. ശരിയാവട്ടെ, പ്രാർത്ഥിക്കുക എല്ലാവരും. അതെ അതെ. ഇക്കൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടില്ലേ, മീൻസ് ഭാര്യയുടെ സ്ട്രെങ്ത് ഇക്കയാണ് മോളെ നോക്കുന്നതിനെ പറ്റിയൊക്കെ. അതുള്ള കാര്യം തന്നെയാണ്. അതെന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്നെ വീണ്ടും കരയിപ്പിക്കാനുള്ള പ്ലാനിങ്. ഇല്ലില്ല, ഞാൻ ഒരു വട്ടം ഒരു ഇന്റർവ്യൂല് കരഞ്ഞത് ഈ കാര്യം പറഞ്ഞു. ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലാവും. അപ്പൊ ഞാൻ അത് കൂടുതൽ പറയലില്ല. അപ്പൊ ഈ സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഭാര്യ എന്ന് പറഞ്ഞ സാധനം ഓളില്ലാതെ എങ്ങനെ ആ കുട്ടി, നമ്മളൊക്കെ എപ്പോഴെങ്കിലും വീട്ടിൽ പോകുന്ന ആൾക്കാരല്ലേ. ഭാര്യ ഫുൾ ടൈം കെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഓളെ. അപ്പൊ നമ്മള് ഭാര്യനെ എങ്ങനെ നോക്കണം? അതാണ് ഒരു എന്താ അതിന് പറയാ, വാപ്പ മക്കളെ നോക്കൂലെന്നല്ല, പക്ഷെ ഒരു ഫുൾ ടൈം അതിന്റെ ഒപ്പം വേണം. നമ്മക്കൊക്കെ എവിടേക്കെങ്കിലും പോകണം തോന്നി കഴിഞ്ഞാൽ പോവാം, വരണം എന്ന് പറഞ്ഞാൽ വരാം. പക്ഷെ ഇവര് ഫുൾ ടൈം കെയർ ചെയ്തുകൊണ്ടാവും. ഒന്നും ചോദിക്കാനോ പറയാനൊന്നും വയ്യാത്തൊരു കുട്ടിയല്ല. എല്ലാം അറിഞ്ഞ് ചെയ്തു കൊടുക്കണ്ടേ. അപ്പൊ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു വേറെ ആരോടും പറയില്ല. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, എല്ലാത്തിനും പൊരുത്തപ്പെടും അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചോദിച്ച് ടീഷർട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ബ്രസീൽ തരുമെന്ന് ചോദിച്ചു. അതപ്പോ ഓൾറെഡി കുഞ്ഞാപ്പൂനുള്ളതാന്ന് പറഞ്ഞാ കമ്മിറ്റഡ് ആന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോ ചോദിക്കണില്ലേ, ബ്രസീലത്തെ ഒരു 5 ആളെ പേര് വെച്ചോക്കെ. അത് ഞാൻ പ്രതീക്ഷിച്ചത്. അത് വേണ്ട നെയ്മറുടെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇപ്പച്ചിന്ന് വിളിക്കണേ? ഇപ്പച്ചി പറഞ്ഞ ഞങ്ങള് വീഡിയോയില് കൊമ്പക്കാട് പോയി കുഞ്ഞാപ്പൂല്ലേ. അപ്പൊ അങ്ങനെ ഫുൾ ടൈം ഇപ്പച്ചി തന്നെയാണ്. ആ ക്യാരക്ടർ കൊണ്ടുവരാനുള്ള കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വാപ്പയും മോനും ഞങ്ങക്ക് ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ഫാമിലി ആയിട്ട് ഞങ്ങക്ക് തോന്നണം. പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ ഇത് ഫാമിലി ആവണം. ഒരു ഞങ്ങൾ ചെയ്യുന്നത് ഫുള്ള് പ്രൊമോഷനാണ്. അപ്പൊ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതൊരു കുടുംബത്തിൽ നിന്ന് ചെയ്യുന്ന അവസ്ഥയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പൊ അവിടെ രണ്ട് മറ്റേ സുഹൃത്തുക്കൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ പാടോ അല്ലെങ്കിൽ തോടോ അല്ലെങ്കിൽ വരമ്പോ ചായക്കട അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ.
ഇതൊരു കുടുംബത്തിൽ നിന്നാവുമ്പോ പെട്ടെന്ന് ഉണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും പിന്നെ ആൾക്കാരെ മനസ്സിൽ കയറാനും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രത്തോനെ പ്രേക്ഷകര്. ഒരു തറവാട് ഒരു കൊമ്പങ്കാട് തറവാട്, അതിൽ ഒരു കുഞ്ഞാപ്പു, ഒരു കോയാക്ക, പിന്നെ ഒരു മോൾട്ടി, അങ്ങനെ മൂന്ന്. വേറൊരാളില്ലേ സൈന? സൈന ആരാണ്? ഇപ്പച്ചിയുടെ ഭാര്യയോ? അത് കുൽസു. ഭാര്യ അറിയാണ്ട് ലൈനോ? പിന്നെ എല്ലാവർക്കും ലൈന് എല്ലാരും അറിഞ്ഞുകൊണ്ടാണ്ടാവല്. അത് അവിഹിതായില്ലേ അപ്പൊ? അവിവേദ അങ്ങനൊന്നും ഇല്ല. അത് വെറുതെ ഒരു ക്യാരക്ടർ പറഞ്ഞാണ്. കുടുംബക്കാരെ ഉണ്ടാക്കല് റിയൽ അല്ല. അപ്പൊ നമുക്ക് പിന്നെ മൂവിയിലേക്ക് വരാം. തീർച്ചയായിട്ടും ഇടക്കിടക്ക് മൂവിയിൽ വന്നോട്ടെ, റീൽസിലേക്ക് പോയില്ലേ, ജീവിതത്തിൽ വന്നോട്ടെ. മൂവിയിലേക്ക് വരാം. ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താ? മൂവി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ? അല്ല, മൂവി കിട്ടുമ്പോ മൂവി ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, മൂവിയാണ് ഞങ്ങളെ ഏറ്റവും വലിയ സ്വപ്നം. ഞങ്ങക്ക് അതാണ് ഇഷ്ടം. ചെറുതിലേ തൊട്ട് സിനിമ അഭിനയിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്ത. ഈ റീല് ചെയ്യണ എല്ലാവർക്കും ഉണ്ടാവും ഒരു വട്ടെങ്കിലും സിനിമയിലൊന്ന് വരണം, ബിഗ് സ്ക്രീനിലൊന്ന് കാണണം. ആ ആഗ്രഹം ഞങ്ങളത് നിറവേറി. പിന്നെ അത് മാത്രമല്ല, നല്ലൊരു പടത്തില് ഒരു ചെറിയ വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇതിൽ ചെറിയ വേഷമല്ല, ഞങ്ങൾ രണ്ടാളും ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം, ഇപ്പൊ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു പന്തളി ബേസ് ചെയ്തിട്ടുള്ള പടം, ഇപ്പൊ ഈ ഒരു ലഹരിക്ക് പിന്നാലെ നടക്കണ ഈ ഒരു സമയത്ത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ നാട്ടിൽ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ആ ലഹരി വന്ന് പോന്ന് കിട്ടും. കുറെ കുട്ടികളും ആരായാലും പോന്ന് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു മെസ്സേജ് ഈ പടത്തിലുണ്ട്. ലഹരിക്കെതിരെ, അതേപോലെ പ്രണയം, എല്ലാം ഒരു ഒത്തിണങ്ങിയ ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ് നമ്മളെ ബോളാഗോളം. പോരാത്തിന് ഈ പടത്തിന്റെ ടിക്കറ്റ് പൈസ, അതെ, ഒരു ഗ്രൗണ്ടിനുള്ള ഒരു ടോക്കണാണ്. അങ്ങനെയും കൂടെ വരുന്നുണ്ട്. ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ വേണ്ടിട്ട് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നേർക്ക് ഒരു ഗ്രൗണ്ട് നിർമ്മിക്കും. അത് എവിടെ ചെറുതായാലും വലിയ പടമായി മാറുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഗ്രൗണ്ടിനായിട്ട് തീരും. അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ആവട്ടെ. ഈ മൂവിയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ആരാ? ഷിക്കു പറഞ്ഞ ഡയറക്ടറിന്റെ പേര് ജുനൈസ് കാപ്പ്. ഷിക്കു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയണ എന്തിനാ? ഓൻ പറയട്ടെ. എന്നാ പറ. ഈ ഡയറക്ടറിന്റെ പേര് ജുനൈസ്ക, പ്രൊഡ്യൂസറിന്റെ പേര് സലീംക, ക്യാമറമാന്റെ പേര് ജിബ്രുക്ക. ഇങ്ങനെ മൂന്നാൾക്കാരാണ്. ഇക്കമാരാണ് ഫുള്ളി. ഇക്കമാരുടെ കളിയാണ്. അത് ബഹുമാനം കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നത്. അല്ലാതെ ജുനൈസ് സാറ് അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഓരോരുത്തരും ഞങ്ങളൊക്കെ ഒരു കുടുംബമായിട്ടാണ് ഈ പടത്തില് നിന്നത്. അതുകൊണ്ട് എല്ലാ ഇക്ക കറക്റ്റ് പ്രോപ്പർ വീട് എവിടെയാ? ഞാൻ മലപ്പുറം. എവിടെ? മലപ്പുറം മക്കരപ്പറമ്പ് കുറുവാറിന സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ നിലമ്പൂര് മമ്പാട് എന്ന് പറയും. നിങ്ങള് ഞങ്ങളെ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ അത്രേ ഉള്ളൂ. സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഓരോ വെറുതെ വഷളാക്കാൻ വേണ്ടി സ്ക്രോൾ ചെയ്തപ്പോ ഞങ്ങളെ രണ്ടാളെ ഏത് മുഖത്തിലാണ് കണ്ടത്? എങ്ങനത്തെ കോലത്തിലാണ് കണ്ടത്? പ്രായമായത് മൂപ്പര്. ഞാനോ? നീ ഒരു ട്രൗസർ ഒക്കെ ഇട്ടിട്ടാന്ന് തോന്നുന്നു. പറയാ സ്ക്രോളിങ്ങിൽ ഒന്നേരം കിട്ടിയില്ല. ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോ നിങ്ങക്ക് തന്നെ ചിരി വരാറുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഇരുന്ന് ചിരിക്കും. അതായത് അത് ഷൂട്ട് ചെയ്യുമ്പോ ഞങ്ങള് അതിപ്പോ ഓൾറെഡി ബ്ലൂപ്പ് ഉണ്ടാവുമല്ലോ. എങ്ങനെ? അല്ല, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ നമ്മൾ അത് ചെയ്തോണ്ടിരിക്കുമ്പോ അഭിനയിക്കുമ്പോ ചിരി വരുമല്ലോ. നമ്മൾ ഇതിന്റെ ഇത് കാണൂലേ, നമ്മൾ ചെയ്ത സാധനങ്ങൾ നമ്മൾ കാണൂലേ എഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വീഡിയോ നമ്മള് പോസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഇരുന്ന് കണ്ട് അത് വല്ലാതെ കാണില്ല. പക്ഷെ നല്ല വീഡിയോസ്, ചില വീഡിയോസ് ഇരുന്ന് കാണാൻ ഇരുന്ന് കാണാൻ ഇങ്ങനെ ശരി. ഇവന്റെ ഫാദർ അതിന്റെ ഒരാളാണ്. കാരണം അപ്പുറത്തെ റൂമിൽ നിന്ന് ചിരി ഇട്ടിട്ടൊക്കെ ഇവൻ ചെന്ന് നോക്കിയിരിക്കുന്നത്. ഓരോന്നിരുന്ന് കാണും. അപ്പൊ അതൊക്കെ കാണുമ്പോ സന്തോഷം വരാറില്ലേ? അതിന് വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണത്. നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഡെയിലി കാണുന്ന നമ്മളെ ഉപ്പിയും ഉമ്മി ഇരുന്ന് ചിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ പരിപാടിയാണോ? ഒരാൾക്കും കിട്ടാത്ത സംഭവം അതൊക്കെ. ഇപ്പൊ വീഡിയോനകത്ത് നിങ്ങള് ഇങ്ങനെ പൊക്കിയിട്ട് തല്ലുവല്ലേ, അത് കുറച്ചില്ല? ദിവസം അടിക്കാണ്. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ജീവൻ ഉണ്ടാവൂല. വേറെ ചോദിച്ചതൊരു പോയിന്റാണ്. ചിലത് കൊണ്ടിട്ടുണ്ട്. അത് ആരുടെ ഐഡിയ? അങ്ങനെ നേരത്തെ ഓർമ്മ ഉണ്ടാവില്ല ആരുടെ ഐഡിയ ആയിരുന്നു പൊക്കിയെടുത്ത് തല്ലെന്ന് പറഞ്ഞാല് അത് സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് ഫാറൂഖിനെയാണ്. ഞാൻ അടി അടിക്കണത്. ഫാറൂഖ് മുനീറും ചെയ്ത് ഫാറൂഖിനെയാണ് ഞാൻ ഇതേപോലെ അടിച്ചിട്ട് അങ്ങനെ തിരിഞ്ഞ്. പിന്നെ
നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ മോന് കുരുത്തക്കേട് കാട്ടുമ്പോഴാണ് തന്തപ്പൊടി തല്ലുമ്പോഴാണ് അതിന്റെ രസം. അങ്ങനെ ആകുമ്പോ പിന്നെ പ്രശ്നം വരില്ല. അല്ലാത്ത ഒരാളെ എപ്പോഴും തച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ പലതും ചോദിക്കൂലേ, സ്വന്തം മോനെ തല്ലാരോ അല്ലേ? ഇതന്നെ പ്രശ്നമാണ്. ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ തന്നെയാ? ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കാണ്. അതെങ്ങനെയാ? അതിന്റെ ബുദ്ധിയൊക്കെ എവിടുന്നാ? അതൊക്കെ ഇരുന്നാണ്ട് ഞങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുള്ള ബുദ്ധി എവിടുന്നാ കിട്ടണത് നമ്മൾ ചോദിക്കണ്ടല്ലോ. ക്യാമറ ഓൺ ആവണതിന് മുന്നേ ഞങ്ങൾക്ക് എന്താണോ ഞങ്ങളെ ഇതിന്റെ പ്രൊമോഷൻ ചെയ്യാനുള്ള ആള് തന്നിരിക്കുന്നത് അതിന്റെ എല്ലാ വീഡിയോസും പ്രൊമോഷൻ ബേസ്ഡ് ആണോ? പിന്നെ എല്ലാ വീഡിയോസും പ്രൊമോഷനാണ്. പ്രൊമോഷൻ മാത്രമേ ഞങ്ങൾ ചെയ്യലുള്ളൂ. ഇങ്ങനെ കണ്ടന്റ് ചെയ്യാനുള്ള ബുദ്ധി വരില്ല. അപ്പൊ ഇങ്ങനെ സിനിമക്ക് എഴുതാൻ താല്പര്യമുണ്ടോ? ഞങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. സ്ക്രിപ്റ്റഡ് അല്ല ഒന്നും. ഒക്കെ ഞങ്ങൾ സ്പോട്ടിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. സ്പോട്ട് കണ്ടന്റ് ആണ് എല്ലാം. ഒരാൾക്കും ഞങ്ങൾ സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടില്ല. ഞങ്ങളായിട്ട് അവിടെ പോയിട്ട് ഒരു ക്ലയന്റിന് എന്താണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഒരു ഷോപ്പ് പോകുമ്പോൾ ഓർക്ക് പറയില്ല ഇത് ഇന്ന സാധനമാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഹൈലൈറ്റ് ചെയ്യണത് എന്താണോ അതിന് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ കണ്ടന്റ് ഉണ്ടാക്കുക. അവിടെ വെച്ച് ഉണ്ടാക്കണതാ എല്ലാ കണ്ടന്റും. ഇത് താടി പഠിച്ചതാണോ പുതിയതായിട്ട്? താടി ഉണ്ടായിരുന്നോ? ഞാനോ? കട്ട താടിയല്ലേ എനിക്ക്. ഞാൻ ഈ ഒരു പടത്തിന് വേണ്ടി പഠിച്ചതല്ലേ. ഒന്നുമില്ല, അതേ ഇങ്ങനെ തന്നെ ആണോ? താടി വരാനുള്ള പ്രായമുണ്ടോ ഇത്? അല്ല, വീഡിയോനകത്ത് ഫുള്ള് വെപ്പ് വെച്ചിട്ടല്ലേ താടി. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഫസ്റ്റ് ഒന്ന് വരും കേട്ടോ. സ്ക്രോൾ ചെയ്ത് പോയാലേ ഒരു വെള്ളമുണ്ട്. വെള്ളമുണ്ട്. വെള്ളം ഇട്ടിട്ട് വെള്ള താടി. താടി നോക്കണെന്നാവേ നമുക്ക് അറിയായിട്ടാണ്. നമ്മളെ കട്ട ആരാധകരാണ് ഈ പറയുന്നത്. നമ്മൾ താടി പഠിച്ച ഈ പടത്തിന് വേണ്ടി പഠിച്ചു. ശരിക്കും സത്യം അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യേണ്ടത്. ചോദിച്ചോ ഒന്നുകൂടെ താടിനെ കുറിച്ച്. ശരിക്കും താടി ഇല്ലേ? താടിയുണ്ട്. താടി ഇത്ര ഉണ്ടായിരുന്നു. ഞാനത് അത്രയില്ല. കുറച്ചുകൂടി കുറക്കണ്ടോ? തീരല്ലേന്നു സത്യം പറഞ്ഞ അതിനെ കുറിച്ച് ചോദിച്ചില്ല. താടിയില്ല. താടിയില്ലേ? ഇവളെ ആ സ്ക്രോളിങ്ങിന് പെട്ടെന്ന് എന്തോന്ന് കണ്ടു. അത് നമ്മ രണ്ടാളാണെന്ന് മനസ്സിലായി. ഫുട്ബോൾ ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ അതില് പ്ലേയേഴ്സ് ആണോ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഞങ്ങൾ അതില് പ്ലേയേഴ്സ് അല്ല, ഞങ്ങൾ അതില് മറ്റേ നായകന്റെ കൂട്ടുകാരാണ്. ഒരു നാട്ടുമ്പുറം മൂവിയാണ്. നായകൻ ആരാണ്? അഖിൽ പ്രഭ. നിങ്ങൾ രണ്ടാളും സെയിം ടീമിന്റെ കൂട്ടുകാരാണ്? എതിരാളികളല്ല. മൂപ്പര് കുറച്ച് സീരിയസ് കഥാപാത്രമാണ്. ഇവര് കൊമേഡിയൻ ആയിട്ടും. ഓക്കെ. രണ്ടാൾക്കും എന്തായാലും ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു സിനിമ കിട്ടി. അതിൽ ഒരുപാട് സന്തോഷം. അത് ജൂലൈ 3 റിലീസ്. അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി കാണാം. മസ്റ്റ് വാച്ച്. സ്ക്രോൾ അല്ല കേട്ടോ. അത് സ്ക്രോൾ കാണും. എന്തായാലും ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നവരെ സിനിമ ഇറങ്ങാന്ന് പറഞ്ഞാൽ കാണണ്ടേ? തീർച്ചയായിട്ടും. റിയൽ ലൈഫിലൊക്കെ നിങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പണ്ടൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പഴല്ല ഒന്നും കാണാത്ത. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇപ്പൊ കാണാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇറങ്ങേണ്ട അവസ്ഥ വന്നത്. അത് മാത്രല്ല ടിക്കറ്റിന്റെ ഫണ്ട് ഒരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ? അതെ, അങ്ങനെങ്കിലും ഒരു ഗ്രൗണ്ട് നമ്മളെ നാടിന് കിട്ടണം. ബോളാഗോളം എന്ന് പറഞ്ഞ സിനിമ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു എല്ലാം ചെയ്യാൻ പറ്റി. കാരണം ഞങ്ങൾ ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്യാൻ പറ്റി. നമ്മൾ ഇഷ്ടപ്പെട്ട ഭാഷ, നമ്മളെ മലപ്പുറം നമ്മളെ മലപ്പുറം സ്ലാങ്. അതെ, അതാണ് നമ്മൾ ഈ പടത്തിന് നമ്മളെ ചൂസ് ചെയ്തപ്പോൾ നമ്മൾക്കാണ് അതിൽ അഭിനയിക്കാൻ താല്പര്യം വന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൻപുറത്തെ ഷൂട്ട്, നമ്മളെ സ്ലാങ്, എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മക്കാണത് എല്ലാം കൊണ്ടും വർക്കായത് നമ്മക്കാണ്. കാരണം അതാണ് ഇത്രത്തോളം നമ്മൾ ഉഷാറായിട്ട് ഇമോഷണൽ ചെയ്യാനും പറ്റിയത്, അതില് ഇവര് കോമഡി ചെയ്യാനും പറ്റിയത്. അപ്പൊ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. പിന്നെന്താ അതിനെ കുറിച്ച് കുറച്ച് 2 വാക്കുകൾ പറഞ്ഞ ഇതില് ഒരു 40-50ഓളം പടത്തിൽ അഭിനയിച്ച ഒരാളാണ് ഉണ്ണിയേട്ടൻ. ഈ ഉണ്ണിയേട്ടന്റെ കൂടെ ഉള്ള ഒരു കോംബോ ആണ് എനിക്ക് കിട്ടിയത് കോമഡി ആയിട്ട്. അത്യാവശ്യം കോംബോ ആയിട്ട് അത് തീർന്നിട്ടുണ്ട്. മൂപ്പരെ കാണുമ്പോ തന്നെ രസാണ്. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് അഭിനയിച്ചു പോയിന്ന്. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? എത്ര സിനിമയിൽ അഭിനയിച്ചതാണ്? ഞങ്ങള് എന്റെ 3ാമത്തെ സിനിമയാണിത്. ഏതൊക്കെ മൂവീസ്? ഞാന് ഫസ്റ്റ് ചെയ്തത് പെണ്ണ് കേസ്, നിഖില വിമല്, ചിരിക്കണ്ട, അത് നല്ല പടം തന്നെയാണ്. നിഖില വിമല്, അജു വർഗീസ്, നിഖില വിമല്, രമേശ് പിഷാരടി, അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ഒരു സിനിമയായിരുന്നു.
അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒറിജിനൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു ശ്രീനാഥ് വാസിന്റെ കൂടെ. അതിലൊരു വേഷം, ഒരു ഒറ്റ റോള് മാത്രമേ ഉള്ളൂ, ഒരു രംഗം മാത്രമേ ഉള്ളൂ. ഈ ത്രൂ ഔട്ട് ക്യാരക്ടർ ഇപ്പൊ ചെയ്തത് ഇപ്പൊ ഇതിലാണ്, ഈ ബോളാഗോളം എന്ന് പറഞ്ഞ ഈ സിനിമയിലാണ്. ഞാന് ഫസ്റ്റ് ചെയ്തത് മഹേഷിന്റെ കിണർ എന്ന് പറഞ്ഞിട്ടൊരു പടം, സുധീർ കോപ്പ നായകനായിട്ട് ഒരു പടം ചെയ്തു. രണ്ടാമത് ഡെർബി, നമ്മളെ പ്രകമ്പരൻ ടീമല്ലേ, അതേപോലെ അവരായിട്ട് ഡെർബി എന്ന് പറഞ്ഞ മൂവി ചെയ്തു. മൂന്നാമത് ഡെർബി നമ്മുടെ ഈ കോളേജ് ടൈപ്പ് മനസ്സിലായി. അപ്പോ ആ പടം ചെയ്തു. മൂന്നാമത് ചെയ്തതാണ് ഞാൻ മൂപ്പര് ഒരുമിച്ചിട്ടുള്ള ബോളാഗോളം എന്നുള്ള ഒരു സിനിമ. പിന്നെ ഇറങ്ങാനുള്ളത് ഇനി ആരെന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങാണ്ട്, ഹോം പ്രേമ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങാണ്ട്. അങ്ങനെ പോണ്ട്, കുഴപ്പമൊന്നുമില്ല. മെസ്സി റൊണാൾഡോയും നിങ്ങളുടെ വീട്ടിൽ വിരുന്നിന് വന്നാൽ ആർക്കായിരിക്കും നിങ്ങൾ കൂടുതൽ കറിയുള്ള നല്ല നാടൻ ബിരിയാണി കൊടുക്കുക? രണ്ടാക്കും കൊടുക്കും. മെസ്സിക്ക്. ഞാൻ രണ്ടാക്കും കൊടുക്കും. വയറും ഭക്ഷണം അല്ലെ, ഫ്രണ്ടില് വരുന്നത് മെസ്സിയാണ്, അതിന്റെ ബാക്കിലാണ് റൊണാൾഡോ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്, ഒരു രണ്ടാൾ കൂടെ. അപ്പൊ ഫസ്റ്റ് മെസ്സി കൊടുക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കല്ലേ നമ്മള് ഭക്ഷണം എല്ലാരും വീട്ടിൽ വന്ന അതിഥികൾക്ക് എല്ലാരും കൊടുക്കും. ശത്രു ആയാലും പോലും ഭക്ഷണം കൊടുത്തിട്ട് ഫുഡില് നമ്മളത് നോക്കൂല. ഫുഡിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട ആള് മെസ്സിയാണ്, ഇഷ്ടപ്പെട്ട നടൻ മമ്മൂക്ക. അപ്പൊ മമ്മൂട്ടി മോഹൻലാലും വന്നാ നമ്മള് പെട്ടെന്ന് മമ്മൂക്കയിലേക്കല്ലേ നോക്കുള്ളൂ. അല്ല, അത് നോട്ടത്തില് ഫുഡിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. ആണോ? അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടം മെസ്സിനെയാണ്. ഇത് ഞങ്ങള് രണ്ടാളും എന്റെ വീട്ടിൽ വരാമെന്ന് കൂട്ടിക്കോ. ഞങ്ങൾക്ക് ആദ്യം ഫുഡ് തരാം, രണ്ടാളും എനിക്ക് ഒരുപോലെ. അങ്ങനല്ല, നിങ്ങൾ വേറെ ആൾക്കാരെ ചോദിക്കും, നടന്മാരൊക്കെ ചോദിക്കുക, അപ്പൊ ഞാൻ പറയാം പ്രയോറിറ്റി. മമ്മൂക്കി മോഹൻലാലും എന്റെ വീട്ടിൽ വന്നു, ഫസ്റ്റ് ആർക്ക് ഭക്ഷണം കൊടുക്കും? മമ്മൂട്ടിക്ക്. അതെന്താ? അപ്പൊ ലാലേട്ടന് കൊടുക്കൂല? കൊടുക്കൂ. രണ്ടാമത് ഞാൻ ലാലേട്ടന്റെ വീട്ടിൽ പോയി, അവിടെ എന്താ ചള്ള കഞ്ഞാണ്, കഞ്ഞോ ഉള്ളത് കൊണ്ട് ഓണം പോയിട്ട് കഴിക്കാം. അല്ല എന്താ ശരി, ഒരാളെ കഞ്ഞി കൊടുക്കുക. നെയ്മർ ഗ്രൗണ്ടിൽ വീണുരുളുന്ന അഭിനയം കണ്ടിട്ട് പുള്ളിയെ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരു വില്ലൻ വേഷത്തിന് ശുപാർശ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? വീണുരുളുന്ന ആൾക്കാരല്ലല്ലോ മലയാള സിനിമയിലുള്ളത്. ഉരുണ്ട് കളിക്കുന്ന ആൾക്കാരാണോ വില്ലന്? സിനിമക്ക് എങ്ങനെ വരും? ഉരുളണ മതി നെയ്മറിനെ കുറ്റം പറയണ്ട. വിട്ട ചുമ്മാ. ഇതെന്താ റൊണാൾഡോയുടെ പ്രശസ്തമായ മറ്റേ സംഭവത്തെ എന്താ പറയുന്നേ, ഇങ്ങനെ ചാടിയിട്ട് തിരിയുന്നത്? ആ സംഭവം ചെയ്യുന്നത് നിങ്ങൾ ബാത്റൂമിലൊക്കെ ചെയ്തിട്ടുണ്ടോന്ന്? നമ്മള് ഗോൾ അടിച്ചിട്ട് ഇങ്ങനെ നിക്കണതോ, ബാത്റൂമിൽ പോയിട്ടോ? അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ സഹകരിച്ച് ഇവർക്ക് രണ്ടുപേർക്ക് നന്ദിയുണ്ട്. അത് മാത്രല്ല, ഇവരുടെ അടിപൊളി സിനിമയായ ബോളാഗോളം എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. ഞാൻ എന്തായാലും പോയി കാണും. അപ്പൊ ഓക്കെ, ബൈ. അപ്പൊ ജൂലൈ 3-ാം തീയതി ഞങ്ങളെ രണ്ടാളെയും പടം ഇറങ്ങുകയാണ്. എല്ലാരും പോയിട്ട് തിയേറ്റർ വിസിറ്റ് തന്നെ ചെയ്യാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രേമം, പ്രണയം ഒക്കെ ഒന്നാണ്. അതേപോലെ തന്നെ അടി, ഫുട്ബോള്, ഒരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പൊരുതല്, എല്ലാ സംഭവങ്ങളും ഒത്തിണങ്ങിയ ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ് ബോളാഗോളം. അപ്പൊ എല്ലാരും ഈ വരുന്ന ജൂലൈ 3-ാം തീയതി പടം തിയേറ്ററിൽ തന്നെ വിസിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും.